കർണാടക ചാമരാജനഗറിലെ ഇൻഡിഗനട്ടയിൽ വോട്ടെടുപ്പിനിടെ സംഘർഷം. നാട്ടുകാർ പോളിംഗ് ബൂത്ത് ആക്രമിച്ചു. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ച നാട്ടുകാരെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചായിരുന്നു സംഘർഷം. പോളിംഗ് ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പാണ് വാർത്തകൾ വിവരങ്ങൾ. അരുൺ, ഈ നാട്ടുകാർ പോളിംഗ് ബൂത്ത് ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് കടന്ന കൈയാണ്. എന്താണ് അത്ര പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്? ആഷ്മിയ പ്രദേശത്ത് 2 ബൂത്തുകളാണുള്ളത്. അവിടുത്തെ നാട്ടുകാർ പൂർണ്ണമായും തന്നെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ വോട്ടെടുപ്പ് നടക്കുന്ന ഇന്ന് അവിടെ ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ ഈ പ്രതിഷേധം അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നാട്ടുകാർ തയ്യാറായില്ല. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാരുടെ പ്രതിഷേധവും ഈ വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെ ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷം പോലീസിന്റെ ഭാഗത്തുനിന്ന്, അതായത് നിർബന്ധിച്ച് ചില വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി എന്നതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പിന്നീട് പ്രകടനമായി സംഘടിച്ച് ഈ ബൂത്തിലേക്ക് നാട്ടുകാരെത്തുകയും ആദ്യഘട്ടത്തിൽ പോലീസുമായി ചില കയ്യേറ്റ പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷമാണ് ബൂത്തുകൾ ആക്രമിക്കുക. ഈ 2 ബൂത്തുകളും ആക്രമിച്ചു. അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. അവിടുത്തെ ഉപകരണങ്ങളെല്ലാം അടിച്ചു തകർത്ത ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാണ്. നിലവിൽ ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട്. പോലീസ് അവിടെ ലാത്തി വീശി, പോലീസിന് നേരെ കല്ലേർ ഉൾപ്പെടെ വലിയ സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിനെ വിന്യസിച്ച് അവിടെ സംഘർഷാവസ്ഥയിൽ ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, നാദാപുരത്ത് 2 ബൂത്തുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാർ മാറ്റിയതിന്റെ വാർത്ത വരുന്നുണ്ട്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് നടപടി ജില്ലാ കളക്ടർ അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ വടകരയിൽ നിന്നും ദീപക് തർമ്മണം ചേരുന്നുണ്ട്. ദീപക്, വടകരയിലെ പല ബൂത്തുകളിലും ഇത് കർണാടകയിലെ പോളിംഗ് ബൂത്ത് ആക്രമിച്ച ദൃശ്യങ്ങളാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം നാട്ടുകാർ വോട്ട് ബഹിഷ്കരിക്കുന്നു. ആ വോട്ട് ബഹിഷ്കരിച്ച നാട്ടുകാരെ നിർബന്ധിച്ച് വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഈ പോളിംഗ് ബൂത്ത് ആക്രമിച്ചുള്ള പ്രതിഷേധമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത് തീയിട്ട് അക്രമാസക്തമായ ജനാവലിയായിരുന്നു എന്നതിൽ ഉറപ്പാണ്. പോളിംഗ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. എന്താണ് അതിൻ്റെ റിയൽ കാരണം, റൂട്ട് കാരണം എന്താണ് എന്നൊക്കെ ഇനി വ്യക്തമാവട്ടെ. എന്തായാലും ആ ദൃശ്യങ്ങളിൽ ഉണ്ടായ സംഭവം അക്രമ സംഭവം നല്ല കാര്യമായ അക്രമ സംഭവം ആയിരുന്നു കർണാടകയിലെ ഈ പറയുന്ന സ്ഥലത്ത്. ആ സ്ഥലത്തിന്റെ പേരെന്താ? ചാമരാജനഗറിലെ ഇൻഡിഗനട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് വോട്ടെടുപ്പിനിടെ അക്രമം ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഈ 2ാം ഘട്ടത്തിൽ ഉണ്ടായ ഒരു മേജർ ആക്രമണങ്ങളിലൊന്നാണ് അതെന്ന് വേണമെങ്കിൽ പറയാൻ വിജയകുമാർ.